Thank you, Dr. Dhanesh. Thank you, Dr. Amir Malik, and all doctors in English session. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1623 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ഹോമിയോപ്പതി സ്നേഹി കൂടിയായ ഷാലു രാജനാണ്. ഷാലു രാജന്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, എഴുത്തുകാരനാണ്, യൂട്യൂബറാണ്. ഈ നിലയിലെല്ലാം പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഇന്നത്തെ ഒരു നല്ല ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഷാലു രാജന് ഇന്നത്തെ സെഷനിലേക്ക് ക്ലാസ് എടുക്കുന്നതിനായി സ്വാഗതം ചെയ്യും. ക്ലാസ് തുടങ്ങാം ഷാലു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഞാൻ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് സെൽഫ് റിയലൈസേഷനെ കുറിച്ചാണ്. സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സ്വയം കണ്ടെത്താൻ കഴിയുക, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു പ്രസന്റേഷനിലൂടെ നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ സെൽഫ് റിയലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിനെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഹൈഡ് ചെയ്യപ്പെട്ട് കിടക്കുന്ന യഥാർത്ഥ പൊട്ടൻഷ്യൽ, ട്രൂ പൊട്ടൻഷ്യൽ, ഇതിനെ നമുക്ക് തിരിച്ചറിയുവാനുള്ള അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുവാനുള്ള പ്രാക്ടിക്കൽ സ്റ്റെപ്പ് കൂടിയാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ കൺസെപ്റ്റ് ഓഫ് ദ സെൽഫ്. എന്താണ് സെൽഫ് കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മുടെ സെൽഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ തോട്ട്സ്, അതായത് ചിന്തകൾ, അതുപോലെ തന്നെ വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ ഫീലിങ്സ്, അനുഭവങ്ങൾ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മുടെ സെൽഫ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. അപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു സെൽഫ് ഉണ്ട്. ദാറ്റ് ഈസ് യുണീക്ക് എസെൻസ്, അല്ലെ? നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻസ്, ഇതെല്ലാം ഈ വിശ്വാസങ്ങളിൽ നിന്നും, ഈ അറിവുകളിൽ നിന്നും, ഈ ഫീലിങ്സിൽ നിന്നും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ദ ജേർണി ഓഫ് സെൽഫ് റിയലൈസേഷൻ. സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ട്രൂ നേച്ചറിനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഓതന്റിക് സെൽഫ്, അതായത് സെൽഫിൽ നിന്നും ഓതന്റിക് സെൽഫ്. ഓതന്റിക് സെൽഫ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അസ്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് എ ജേർണി ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള യാത്ര. ഞാൻ നേരത്തെ സെൽഫ് ഡിഫൈൻ ചെയ്തു. സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ അറിവുകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ സെൽഫ് എന്ന് പറയും. എന്നാൽ ഓതന്റിക് സെൽഫ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആധികാരികമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള യാത്ര, സെൽഫിൽ നിന്നും ഓതന്റിക് സെൽഫിലേക്കുള്ള യാത്രയാണ് സെൽഫ് റിയലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാകും. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ സെൽഫിൽ നിന്നും ഓതന്റിക് സെൽഫിലേക്ക് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു ക്വസ്റ്റ്യനിലൂടെയാണ്. ആ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? ഹു ആം ഐ? ഞാൻ ആരാണ്? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നിങ്ങൾ പറയും, ഞാൻ ഇന്ന ആളാണ്. നിങ്ങളുടെ പേരായിരിക്കും നിങ്ങൾ പറയും. ഞാൻ വീണ്ടും ചോദിക്കും, നിങ്ങളുടെ പേരല്ല, അതുക്കും മേലെ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആലോചിച്ചിട്ട് പറയും, ഞാൻ ഇന്ന ആളുടെ മകനാണ്, അല്ലെങ്കിൽ മകളാണ്. അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്, ഞാൻ ഇന്ന നാട്ടിൽ, ഇന്ന വീട്ടിൽ, ഇന്ന ആളുടെ മകൻ അല്ലെങ്കിൽ മകൾ. വീണ്ടും ഞാൻ ചോദിക്കും, അതല്ല, അതുക്കും മേലെ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നെ തല്ലിയേക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ ഒരു മൗനത്തിലേക്ക് യാത്ര തുടരും, അല്ലെ? ഒന്നുകിൽ നിങ്ങൾ മൗനിയാകും, അല്ലെങ്കിൽ എനിക്കിട്ടൊരു തല്ല് തരും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. മൗനത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ്, പിന്നീടാണ് നമ്മൾ ആലോചിക്കുന്നത്, അതെ, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നോ വന്ന്
ഇനി എവിടേക്കോ പോകാൻ നിൽക്കുന്ന ഒരാൾ. അതിന് ജനനമെന്നും ആ ജനനത്തിന് ശേഷമുള്ള കുറച്ചുള്ള ജീവിതമെന്നും അതിനുശേഷം മരണം എന്ന് പേരിട്ട് വിളിക്കുന്ന എന്തോ അതിലൂടെ വേറൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മൾ മാറുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. വീണ്ടും അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കും, ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് എന്റെ ഉദ്ദേശം? ഈ ലോകത്തിലേക്ക് ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇപ്പൊ അവതാര ലക്ഷ്യങ്ങൾ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഓരോ അവതാരങ്ങൾ ഇവിടെ വരുന്നു. ആ അവതാരങ്ങൾക്ക് ഓരോ ലക്ഷ്യമുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിച്ചതിന് ശേഷം അവർ ഇവിടെ നിന്ന് പോകുന്നതായിട്ടും നമ്മൾ വായിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഓരോ അവതാരങ്ങളാണ്. പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഓരോ അവതാരങ്ങളാണ്. അതാണ് ഹു ആം ഐ, ഞാൻ ആരാണ്? ഞാൻ ഒരു അവതാരമാണ്. അവതാർ, ദൈവത്തിന്റെ പ്രതിരൂപം. അപ്പോൾ എന്താണ് എന്റെ പർപ്പസ്? എന്താണ് എന്റെ അവതാരത്തിന്റെ ലക്ഷ്യം? ആ ലക്ഷ്യം തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ സെൽഫ് റിയലൈസേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കടക്കുന്നത്. ആദ്യത്തെ ഒരു പടി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുന്നത്, ഞാൻ ആരാണ്, എന്താണ് എന്റെ അവതാരത്തിന്റെ ഉദ്ദേശ്യം, ലക്ഷ്യം എന്ന് തിരിച്ചറിയുന്നിടത്ത് നിന്ന് നമ്മൾ ഒരു യാത്ര തുടങ്ങുകയാണ്. ബൈബിളിൽ ഒരു കോട്ടുണ്ട്, നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയില്ല. എന്താണ് ഈ പുതുതായിട്ടുള്ള ജനനം? എന്താണ് സ്വർഗരാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല രീതിയിലുള്ള കൺസെപ്റ്റ് മനുഷ്യർക്ക് തെറ്റിദ്ധാരണയിലൂടെ കൊടുക്കാറുണ്ട്. മരിച്ചതിന് ശേഷമുള്ള വീണ്ടും ജനനമെന്നോ അതിനുശേഷമുള്ള സ്വർഗരാജ്യമെന്നോ അങ്ങനെയൊന്നുമല്ല. പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള അസ്തിത്വം നമ്മൾ തിരിച്ചറിയുക. എന്താണ് എന്റെ ഓതന്റിക് സെൽഫ്? എന്താണ് എന്താണ് എന്റെ ഉദ്ദേശ്യം? അതിനോട് ചേർന്ന് വീണ്ടും ഒരു വാക്യം നമുക്ക് അവിടെ കാണാൻ കഴിയും, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവിൻ. എന്താണ് ശിശുക്കളുടെ ഗുണം? അവരുടെ ലോകം എന്ന് പറയുന്നത് നിഷ്കളങ്കതയാണ്. സ്നേഹവും സമാധാനവും കൗതുകവും എല്ലാം കൂടെ ചേരുമ്പോൾ വേണമെങ്കിൽ നിഷ്കളങ്കത, നിഷ്കളങ്കമായിട്ടുള്ള ലോകം. ആ ഒരു നിഷ്കളങ്കതയിലേക്ക് നമ്മൾ എത്തുമ്പോൾ, സ്നേഹത്തിലേക്കും സമാധാനത്തിലേക്കും കൗതുകത്തിലേക്കും നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടെ ഒരു മനോരാജ്യം ഉണ്ടാവുന്നു. ആ മനോരാജ്യത്തെയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ പറയുന്നത് സെൽഫ് റിയലൈസേഷൻ. നിങ്ങൾ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് അവകാശമാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവിൻ എന്ന് അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയും ബൈബിളിൽ. ഇനി ഹിന്ദുമത വിശ്വാസപ്രകാരം 40 ദിവസം ഉപവാസമൊക്കെ എടുത്ത് വ്രതമൊക്കെ എടുത്ത് മാലയൊക്കെ ഇട്ട് അല്ലെ, കാനന പാതയിൽ കൂടി കല്ലും മുള്ളും ചവിട്ടി ആ മല കയറി മുകളിലെത്തുമ്പോൾ അവിടെ അതാ എഴുതി വെച്ചിരിക്കുന്നു, തത്വമസി. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അവിടെ എഴുതി വെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കാറുണ്ട്. അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നു തത്വമസി. എന്താണ് തത്വമസിയുടെ അർത്ഥം? നീ എന്തിനെ തേടി വന്നുവോ അത് നീ തന്നെയാണ്, അത് നിന്നിൽ തന്നെയാണ്. അത് തിരിച്ചറിയുക, സെൽഫ് റിയലൈസേഷൻ. നീ എവിടെ നിന്ന് വന്നു എന്നുള്ളത് നീ തിരിച്ചറിയുക. നീ എന്തിനെ തേടി വന്നുവോ അത് നിന്റെ ഉള്ളിൽ തന്നെയാണ്. ആ ഒരു അസ്തിത്വത്തെ നീ ആദ്യം തിരിച്ചറിയുക. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ചോദ്യം, ഹു ആം ഐ, ഞാൻ ആരാണ്, എന്താണ് എന്റെ അവതാരത്തിന്റെ ഉദ്ദേശ്യം അല്ലെങ്കിൽ ലക്ഷ്യം? ഇതാദ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ സെൽഫ് റിയലൈസേഷൻ എന്നുള്ളത് തുടങ്ങുകയാണ്. എപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയണം. നിങ്ങളിപ്പോൾ ഏതൊരു ബിഗ് സീറോയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്ക് എല്ലാറ്റിനും ഒരു ക്ലാരിറ്റി നൽകണമേ, ഞാനിനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷവും അന്താളിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇപ്പം ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ഇപ്പം മെഡിസിൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഡോക്ടർ ആവുന്ന സമയത്ത് വീണ്ടും ഒരു അന്താളിപ്പാണ്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊന്നിനും ഒരു വ്യക്തത കിട്ടുന്നില്ലല്ലോ. ആ വ്യക്തത നമുക്കുണ്ടാകണം. എന്താണ് എന്റെ പർപ്പസ്? ഞാൻ ഈ ലോകത്തിൽ ഇപ്പോൾ ഞാൻ ഡോക്ടറായി, അല്ലെങ്കിൽ ഞാനൊരു പബ്ലിക് സ്പീക്കറായി, അല്ലെങ്കിൽ ഞാനൊരു ആക്ടറായി, അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറായി, എന്താണ് ഞാൻ ഈ സൊസൈറ്റിയിൽ കൊടുക്കുന്നത്? എന്താണ് ഞാൻ ഈ ലോകത്തിന് കൊടുക്കേണ്ടത്? അതിനെപ്പറ്റി ഒരു വ്യക്തമായ ക്ലാരിറ്റി എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതും സെൽഫ് റിയലൈസേഷൻ, നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുവാനുള്ള ഒരു അവസരമാണ് അവിടെ കിട്ടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ യഥാർത്ഥ ഒരു ട്രൂ പൊട്ടൻഷ്യലിനെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്. ഐഡന്റിഫൈങ് യുവർ സ്ട്രെങ്ത്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ടാലൻസ് ഉണ്ട്, എബിലിറ്റീസ് ഉണ്ട്, അതുപോലെ നമ്മുടേതായിട്ടുള്ള ഒരു പാഷൻ ഉണ്ട്.
അപ്പോൾ നമ്മുടെ ആ ഒരു എബിലിറ്റി എന്താണ് അല്ലെങ്കിൽ ടാലന്റ് എന്താണ് അത് മനസ്സിലാക്കി അത് ഏത് മേഖലയിലാണോ നമുക്ക് ശോഭിക്കുവാൻ കഴിയുന്നത് അതിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഫുൾ പൊട്ടൻഷ്യലിനെ നമുക്ക് അൺലോക്ക് ചെയ്യുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ട്രൂ പൊട്ടൻഷ്യലിനെ തിരിച്ചറിയേണ്ടത് നമ്മുടെ സ്ട്രെങ്തിനെ തിരിച്ചറിയുന്നതിലൂടെയാണ്. അടുത്തതായിട്ട് നമുക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നത് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുമ്പോഴാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പലവിധ ചിന്തകൾ അല്ലെങ്കിൽ പലവിധ വിശ്വാസങ്ങളുണ്ട്. അതായത് എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയെ തടയുന്ന കുറേയേറെ ലിമിറ്റിംഗ് ബിലീഫ്സ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഗോൾസ് അല്ലെ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും നമ്മളെ പിറകോട്ടേക്ക് വലിക്കുന്ന ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. ആ ബിലീഫ് സിസ്റ്റത്തെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ വെല്ലുവിളിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു നമ്മുടെ പൊട്ടൻഷ്യൽ അതിനെ നമുക്ക് അൺലോക്ക് ചെയ്യുവാൻ കഴിയും. ഇപ്പൊ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഐ ആം പുവർ, ഞാൻ ദരിദ്രനായതുകൊണ്ട് എനിക്കത് നേടിയെടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുകളില്ല, അതുകൊണ്ട് എനിക്കതിന് കഴിയില്ല. അല്ലെങ്കിൽ എനിക്ക് ഗുഡ് ഫാമിലി സ്റ്റാറ്റസ് ഇല്ല, അതുകൊണ്ട് എനിക്കത് നേടിയെടുക്കാൻ കഴിയില്ല. അയ്യോ, ഇനി മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അല്ലേ? മറ്റുള്ളവർ എന്നെ വിമർശിക്കുമോ? അവരെന്നെ കളിയാക്കുമോ? അങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഭൂരിഭാഗം വരുന്ന ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ലിമിറ്റിംഗ് ബിലീവ്സിനെ അതിനെ ഓവർകം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. എവിടെയാണ് നമുക്ക് തടസ്സങ്ങൾ നേരിടുന്നത്? എവിടെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നത്? എന്താണ് നമ്മളെ പുറകോട്ടേക്ക് വലിക്കുന്നത്? അതിനെ നമുക്ക് ആദ്യം മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയണം. അപ്പോ സെൽഫ് റിയലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ സത്യം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്കെല്ലാവർക്കും ഒരു 99% സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും 1% വരുന്ന വീക്ക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ഫലം എന്താണ്? പരാജയം തന്നെയാണ്. നമ്മുടെ ചില ആൾക്കാരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ 99% കാര്യങ്ങളും അവർക്ക് വീക്ക് ആയിരിക്കും. എന്നാൽ 1% സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ അവർ വിജയം കണ്ടുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ എവിടെ നോക്കുന്നുവോ അവിടം അഭിവൃദ്ധി പ്രാപിക്കുന്നു. അല്ലെങ്കിൽ അത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ദാരിദ്ര്യത്തിലേക്ക് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ എന്നും ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പം ധനത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ എപ്പോഴും ആ ധനത്തിന്റേതായിട്ടുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്നത് നമുക്ക് കാണാൻ. അപ്പൊ അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ സ്പെഷ്യാലിറ്റി ഓഫ് പവർഫുൾ പീപ്പിൾ, പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ നമുക്കറിയാം അഡോൾഫ് ഹിറ്റ്ലർ എന്ന ഒരു പേര് പറയുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന വ്യക്തികൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആ ചിന്തകളിലേക്ക് വരും. വളരെ ക്രൂരനായിട്ടുള്ള മനുഷ്യനായിരുന്നു എന്ന് ചിലർ പറയും. അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയും. അല്ലെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിന് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹമാണെന്ന് പറയും. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് അറിവുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ ആ ഒരു രീതിയിലാണ് കാണുക. അതുപോലെ തന്നെ വലിയൊരു നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നവരുമുണ്ട്, ബഹുമാനിക്കുന്നവരുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയിൽ അതുപോലെ തന്നെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്, ചാർലി ചാപ്ലിൻ. ഈ 2 പേരുടെ ഫോട്ടോസ് ഇവരെ 2 പേരെയും കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയുടെ കയ്യിൽ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ കുട്ടിയോട് പറയുകയാണ്, അല്ലെ ആ വ്യക്തിയോട് പറയുകയാണ്, ഇതിൽ ഏത് ഫോട്ടോ കാണുമ്പോഴാണ് നിനക്ക് കൂടുതൽ ചിരി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ ആ കുട്ടി തന്നെ പറയും, എനിക്ക് ഹിറ്റ്ലറുടെ ഫോട്ടോ കാണുമ്പോഴാണ് ചിരി വരുന്നത്. അതായത് ഇപ്പം പൗരുഷത്തിന്റെ പ്രതീകം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമുക്ക് മീശയൊക്കെ ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ഈ പൗരുഷത്തിന്റെ ഒരു പ്രതീകം എന്നൊക്കെ പറയും. അപ്പൊ അദ്ദേഹത്തെ നോക്കിയാണ് അദ്ദേഹത്തിന്റെ ആഹ് മീശയുടെ ഭാഗത്ത് 2 3 വരകൾ മാത്രമേ കാണാൻ കഴിയൂ. അല്ലെങ്കിൽ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു കോമാളി ലുക്കാണെന്ന് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അതെന്തുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ വീക്കായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ ആള് കുറിയ വ്യക്തിയും കൂടിയായിരുന്നു. അദ്ദേഹം നോക്കിയത് അദ്ദേഹത്തിന് നേതൃപാടവം. എനിക്ക് ഈ ജനതയെ നയിക്കുവാൻ കഴിയും. എനിക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ കഴിയും. പല കാര്യങ്ങളും എനിക്ക് ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയും. പല പോരാട്ടങ്ങളും എനിക്ക് നയിക്കുവാൻ കഴിയും. അതിൽ മാത്രമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് നേതാക്കന്മാരെ പരിചയപ്പെടാൻ കഴിയും. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ആകുന്നതിന് മുൻപ് അദ്ദേഹം ആദ്യം തന്നെ ഒരു പബ്ലിക്കിനെ അഭിസംബോധന ചെയ്യാനായിട്ട് പോകുമ്പോ
അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുറിപ്പടി കൂടെ ഉണ്ടായിരുന്നു. അതായത് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വിട്ടുപോവുകയാണെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ടാ. എന്തായാലും പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ കുറിപ്പടി ഉപയോഗിക്കേണ്ടി വന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ബോധം കെട്ട് വീണു എന്നാണ് അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞ്, അല്ലെ, കോടിക്കണക്കിന് ആളുകളെ, ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു യുദ്ധം തുടങ്ങി, അഹിംസാ സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വീക്ക്നെസ്സിലേക്കല്ല നോക്കിയത്, അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിപ്പോ അങ്ങനെ നയിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ, ഇനി കേരളത്തിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രിമാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം ഒരു വിക്കുള്ള മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്, അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടിയിട്ട് മൈതാനത്ത് ആളുകൾ കൂട്ടമായി വരുമായിരുന്നു. അല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹവും സംസാരിക്കുമ്പോൾ, അല്ലെ, നമ്മുടെ കൊമേഡിയൻസ് ഒക്കെ ഇവരുടെയൊക്കെ വീക്ക്നെസ് ഒക്കെ നോക്കിയിട്ടാണ് ഈ കോമഡികളൊക്കെ ഉണ്ടാക്കുന്നത്, ആളുകളെ ചിരിപ്പിക്കുന്നത്. ഇവരെല്ലാം അവരുടെ ആ നേതൃപാടവത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവരുടെ രൂപമോ, അവരുടെ ഭാവമോ, അല്ലെങ്കിൽ അവരുടെ നീളമോ, അല്ലെങ്കിൽ വണ്ണമോ, ഇതിലൊന്നും അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ ഫോക്കസ് ചെയ്തതുകൊണ്ട് അവർ പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളായി തീർന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. ഇതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സിനെ നമുക്ക് ഓവർകം ചെയ്യുവാൻ കഴിയുന്നത്. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകളെ, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള വിശ്വാസങ്ങളെ നമുക്ക് ചലഞ്ച് ചെയ്യുവാൻ കഴിയണം, വെല്ലുവിളിക്കാൻ കഴിയണം. എന്ത് വിശ്വാസങ്ങളാണ് നമ്മളെ പുറകോട്ടേക്ക് വലിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഒരു മെഡിക്കൽ സിസ്റ്റത്തെ സംബന്ധിച്ച്, അല്ലെ, പലപ്പോഴും അത് പുറന്തള്ളപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അതിനൊരു വാല്യൂ വരാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിലുള്ള നന്മകളെ കാണാതെ പോകുന്ന ഒരവസ്ഥ. എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യുവാൻ കഴിയും? അല്ലെ, ഒരു വ്യക്തിയായിട്ട് ആദ്യം തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളായിട്ട് തുടങ്ങുക. ഈ സിസ്റ്റത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ എന്റെ സ്ട്രെങ്ത് എന്താണ്? ആ സ്ട്രെങ്ത് ഉപയോഗിച്ച് എങ്ങനെ എനിക്ക് ഈ സൊസൈറ്റിയിൽ ആളുകൾക്ക് സന്തോഷം കൊടുക്കുവാൻ കഴിയും? അല്ലെങ്കിൽ ആളുകളെ, എന്താ, മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പുനർജീവിപ്പിക്കുവാൻ കഴിയും? അങ്ങനെയുള്ള വലിയൊരു സിസ്റ്റം ഈ ഒരു സമ്പ്രദായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന് ഓരോ വ്യക്തികളും എനിക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു സിസ്റ്റത്തിൽ ഞാൻ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ IFPHന്റെ ഉദയം തന്നെ അങ്ങനെയാണ്, അല്ലെ. ഒരു കൂട്ടം വ്യക്തികളിൽ നിന്ന് തുടങ്ങി ഇപ്പൊ ഒരുപാട് രാജ്യങ്ങളിലേക്ക്, 30ഓ 40ഓ അതിലധികം രാജ്യങ്ങളിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെ നമുക്ക് വേൾഡിൽ നമ്പർ 1 ആവാൻ കഴിയും? എന്താണ് അതിൽ നിന്ന് നമ്മളെ പിറകോട്ടേക്ക് വലിക്കുന്നത്? ഏത് ശക്തികളാണ് നമുക്ക് തുരങ്കം വയ്ക്കുന്നത്? അതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയും? ആരെയും വെല്ലുവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ നമുക്ക് ചെയ്യാനുള്ളത് എങ്ങനെ ഈ ലോകത്ത് മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നിടത്താണ് ഒരു അതൊരു സെൽഫ് റിയലൈസേഷൻ, അല്ലെങ്കിൽ ഒരു ട്രൂ പൊട്ടൻഷ്യൽ നമ്മൾ തിരിച്ചറിയുന്നതിന്റെ ഭാഗം തന്നെയാണ്. അവിടെയാണ് നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ കഴിയുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ എംപവറിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, നമ്മളെ തന്നെ ഉയർത്തുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തെ തന്നെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള സ്റ്റേറ്റ്മെന്റ്സ്, ഇത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. എനിക്ക് കഴിയില്ല എന്ന് പറയുന്നിടത്ത് എനിക്ക് കഴിയും, തീർച്ചയായിട്ടും എനിക്ക് കഴിയും. എനിക്ക് ഈ ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഈ സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുവാനുണ്ട്. ഇപ്പം ഡോക്ടേഴ്സ് അല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരോടും പറയുന്ന ഒരു കാര്യമാണ്, അല്ലെ, എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും? എന്താണ് എന്റെ അവതാര ലക്ഷ്യം? എന്റെ ഉദ്ദേശ്യം എന്താണ്? അത് തിരിച്ചറിയുന്ന പക്ഷം നമുക്ക് ആ നെഗറ്റീവ് തോട്ട്സിനെ ചലഞ്ച് ചെയ്യുന്ന പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ലിമിറ്റിംഗ് ബിലീവ്സിനെ ഓവർകം ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട് സീക്ക് സപ്പോർട്ട്, അതായത് സപ്പോർട്ടുകൾ നമുക്ക് ആവശ്യപ്പെടാം. നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്, അല്ലെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഇനി അതിനൊക്കെ അപ്പുറം ഒരു തെറാപ്പിസ്റ്റിനെ, ഇപ്പൊ ഒരു സൈക്കോളജിസ്റ്റോ, അല്ലെങ്കിൽ ആരുമാകട്ടെ, അല്ലെങ്കിൽ ഒരു മൈൻഡ് ട്രെയിനറോ, അല്ലെങ്കിൽ സക്സസിലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തികളോ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഈ ഒരു സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുണ്ട്, അല്ലെ. ഇപ്പം ചാൾസ് രാജാവ് ഈ അടുത്ത സമയത്ത് ബാംഗ്ലൂർ സന്ദർശിക്കുകയുണ്ടായി. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഐസക് മത്തായി എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. കറക്റ്റ് അല്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പം എന്താ പറയുക, ആളുകൾ തേടി ഇവിടെ വരികയാണ്, അല്ലെ. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഒരു ദിവ്യ ഔഷധമുണ്ട് എന്ന് മനസ്സിലാക്കി
അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് കടന്നു വരികയാണ്. അങ്ങനെയുള്ള ആളുകളുടെ എന്ത് തേടുക? അവരോട് ചോദിക്കുക. വിദഗ്ധരായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക. എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയും? എന്താണ് നമുക്ക് എന്ത് കാര്യങ്ങളാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്? ഇതിനെപ്പറ്റി നമ്മൾ എപ്പോഴും നിരന്തരമായിട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകളോട് അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുക. അവർക്ക് എന്ത് തരാൻ കഴിയും? ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള, അല്ലെ, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളിലുള്ള ലിമിറ്റിംഗ് ബിലീവ്സിനെ നമുക്ക് വെല്ലുവിളിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ആ ഒരു സപ്പോർട്ട് മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഗ്രോത്ത്. എപ്പോഴും വളർച്ചയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അവിടെ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റിനെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഗ്രോത്ത്, അതിന്റെ ഡെവലപ്മെന്റ്. നമ്മുടെ മുൻപിൽ വരുന്ന പേഷ്യൻസിന്റെ ആ ഒരു അവർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാക്കുവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും? എങ്ങനെ അവരെ ഹീൽ ചെയ്യുവാൻ കഴിയും? എങ്ങനെ ക്യൂർ ചെയ്യാൻ കഴിയും? അതിനെപ്പറ്റി നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ മുൻപിൽ വരുന്ന വെല്ലുവിളികളെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കാണുക. നമ്മുടെ ചക്രവാളങ്ങളെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ നമ്മുടെ മുൻപിൽ വരുന്ന വെല്ലുവിളികളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക. പലരും അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത്. ആസ് എ ഹോമിയോപ്പതിക് ലവർ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുവാൻ കാര്യം തന്നെ എനിക്കിതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് മനസ്സിലായതിന്റെ പേരിൽ തന്നെയാണ്. അടുത്തിടെ തന്നെ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം കേൾക്കുവാൻ കഴിഞ്ഞു. ഈ ഒരു സിസ്റ്റം വിട്ടുകൊണ്ട് വേറെ എവിടേക്കോ ജോലിക്ക് പോകുന്ന ആൾക്കാരെ കുറിച്ച്. അതിനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷേ ഏതോ രീതിയിൽ നമ്മൾ ഇവിടേക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. ഇപ്പൊ നിങ്ങൾ ഹോമിയോപ്പതിക് ഡോക്ടർ ആകുവാൻ കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കും അത് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ അവിടെ എത്തിച്ചേർന്നതാണ്. ശരിയല്ലേ? നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു മേഖലയിൽ നമ്മൾ ചെന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതൊരു ദൈവികമായിട്ടുള്ള കാര്യമാണ്. അല്ലെ? ദൈവമായിട്ട് അത് ഒരു ലക്ഷ്യം കാണിച്ചു തരുന്നതാണ്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് എന്ത് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാം എന്ന് ചിന്തിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ചക്രവാളങ്ങളെ എക്സ്പാൻഡ് ചെയ്യുവാൻ നമുക്ക് കഴിയണം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൾട്ടിവേറ്റിംഗ് ഇമോഷണൽ ഇന്റലിജൻസ്. ഇന്ന് സമൂഹത്തിൽ ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ തിരിച്ചറിയുവാൻ കഴിയണം. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ കഴിയണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫീലിംഗ്സിനെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. എവിടെയാണ് നമ്മൾ ട്രിഗർ ആവുന്നത്, അല്ലേ? എവിടെയാണ് നമുക്ക് ആ ദേഷ്യം പൊട്ടിപ്പുറപ്പെടുന്നത്? എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം പറയുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുന്ന ആൾ. ഇപ്പൊ ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ തന്നെ എത്രയെത്ര പ്രശ്നങ്ങളാണ്. നേരത്തെയൊക്കെ വാക്കുകൾ കൊണ്ടായിരുന്നു ആ ആളുകൾ ഈ പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടങ്ങ് എന്താ പറയുക, മറ്റുള്ളവരോട് സംസാരിച്ചേക്കുക. അല്ലെ? ന്യൂ ഇയറിന് തന്നെ കേട്ടൊരു വാർത്തയാണ്. ആഹ് ഒരാൾ ഒരാളെ കുത്തി. കാര്യം എന്താ? ന്യൂ ഇയറിന് വിഷ് ചെയ്തില്ല. അല്ലെ? ഇമോഷൻസ് കൈവിട്ടു പോകുന്നു. അല്ലെ? ട്രിഗർ ആവുന്നു. അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ഇപ്പം വീട് കയറി ആക്രമിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എത്രയോ മരണങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇമോഷണൽ ഇന്റലിജൻസിന്റെ പ്രശ്നമാണ്. അവിടെ 2 ഭാഗത്തും നമുക്ക് തെറ്റുകൾ കാണാൻ കഴിയും. ഒരു മാരകമായിട്ടുള്ള ആയുധവുമായിട്ട് വരുന്ന ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മുൻപിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട്. അല്ലെ? നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാലും അവനെ അനുനയിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് അവിടെ നടത്തേണ്ടിയിരുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെ സംഭവിച്ചത് 3ഓ 4ഓ പേരുടെ ജീവൻ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അല്ലെ? ഒരു ക്യാമറ ആ ഒരു ക്ലിപ്പിൽ കൂടി എനിക്കത് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ എതിർത്തേക്കാം. അല്ലെ? ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി വരുമ്പോൾ അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട, അല്ലെ, നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ട്. ശരിയല്ലേ? ആ ഇന്റലിജൻസ് അവിടെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ 4 ജീവനുകളെയും രക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. അപ്പോ എവിടെയാണ് നമ്മൾ ട്രിഗർ ആകുന്നത്? അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. അതുപോലെ നമ്മളിലെ ഉണർന്നുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്, അതിനെ നമുക്ക് മാനേജ് ചെയ്യുവാൻ കഴിയണം. അതുപോലെ തന്നെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ കൺസ്ട്രക്റ്റീവ് ആയിട്ട്, ക്രിയാത്മകമായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യുവാൻ കഴിയണം. കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയണം. പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങൾ കൊണ്ട് നമ്മൾ മറുപടി പറയുമ്പോൾ ചിലപ്പോൾ അത് 2 ഏഹ്, വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ 2 ഫാമിലി തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെ? അല്ലെങ്കിൽ സൊസൈറ്റിയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമാകും. അപ്പോൾ ഇമോഷണൽ ഇന്റലിജൻസ് കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അടുത്തതായിട്ട് വരുന്നതാണ് എമ്പതി. ഈ എമ്പതി എന്ന് പറയുന്നത് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്.
അല്ലെ? നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുവാൻ കഴിയണം. അതിനുവേണ്ടി നമുക്ക് മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അതിനെ ശ്രദ്ധാപൂർവ്വം കേൾക്കുവാനുള്ള ഒരു മനസ്സുണ്ടാവണം. അയാൾ എന്തെങ്കിലും ഒരു സംശയം ചോദിക്കുമ്പോഴോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം പറയുമ്പോഴോ, നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ ഇതൊക്കെ ഒരാളുടെ മുകളിൽ ശബ്ദിച്ചിടുകയല്ല വേണ്ടുന്നത്. അതിനെ ക്ഷമാപൂർവ്വം നമുക്ക് കേൾക്കുവാനും, അതിന് തക്കതായിട്ടുള്ള നല്ലൊരു ലിസണർ ആവുക. ബി എ ഗുഡ് ലിസണർ. നല്ലൊരു ലിസണർ ആയിരിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്ന് പറയുന്നത്. എത്ര വേണമെങ്കിലും അത് കേൾക്കാൻ ശ്രമിക്കുക. കേട്ടതിന് ശേഷം അതിനനുസരിച്ചിട്ടുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ്, അല്ലെ? കമ്പാഷനോട് കൂടി, അനുകമ്പയോട് കൂടി, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അത് ഒരു അനുഗ്രഹമായി മാറും. അല്ലെ? ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എമ്പതി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൾട്ടിവേറ്റ് ഇമോഷണൽ ഇന്റലിജൻസ്, അതുപോലെ തന്നെ എമ്പതി, അതുപോലെ തന്നെ മൂന്നാമത്തേത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഇവിടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്, അല്ലെ? പ്രാക്ടീസ് ചെയ്യുക. എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ വളർത്തിയെടുക്കുക. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ലിസണിംഗ് എന്നുള്ളത്, ശ്രദ്ധാപൂർവ്വം മറ്റുള്ളവരെ കേൾക്കാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ദൃഢമായിട്ടുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയുള്ള വാക്കുകൾ കൊണ്ട് അവരെ എൻകറേജ് ചെയ്യിക്കുക. അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് നൽകുക. അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയണം. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിട്ടല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് കുടുംബത്തിലാണെങ്കിലും, ഇപ്പൊ ഒരു പ്രസ്ഥാനത്തിലാണെങ്കിലും, അല്ലെ? ഒരുപാട് ആശയ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ കൊണ്ട് നമ്മൾ സംസാരിച്ചേക്കാം. ചിലപ്പോൾ പിണക്കങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ആ ഒരു എന്തും ഏതിനും എന്താണ് പറയുന്നത്, ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് അല്ലെങ്കിൽ റിപ്ലൈ നമുക്ക് കൊടുക്കുവാൻ കഴിയണം. അപ്പൊ ഒരു ഫാമിലിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പ്രസ്ഥാനം എന്താണോ പ്രസ്ഥാനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാതിരിക്കാം. എന്തായാലും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ നമുക്ക് രേഖപ്പെടുത്താം. പക്ഷെ അതൊരു ഡിബേറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്കോ അത് മാറാൻ പാടില്ല. അപ്പൊ അതിലൂടെ നമുക്ക് ഒരു ഗുഡ് റിലേഷൻഷിപ്പ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പടുത്തുയർത്തുവാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് മുൻപിലുള്ള പ്രശ്നങ്ങളെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് റിസോൾവ് ചെയ്യുവാനും നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇതിനായിട്ട് ഇപ്പോ ആ സെൽഫ് റിയലൈസേഷന്റെ ഭാഗം വരുമ്പോ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മൈൻഡ്ഫുൾനെസ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ. ഇതൊക്കെ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എങ്കിലും കുറച്ച് വാക്കുകൾ കൊണ്ട് അത് പറഞ്ഞു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, സമയക്കുറവ് കൊണ്ട്. അല്ലേ? പ്രസന്റ് മൊമെന്റ് അവയർനെസ്, അതായത് ഈ ഒരു നിമിഷം നമുക്ക് ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് പ്രസന്റ് മൊമെന്റ് അവയർനെസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വിതൗട്ട് ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റ് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു നിമിഷം ജീവിക്കുവാൻ കഴിയുക. ഈ ഒരു നിമിഷത്തിലേക്ക് നമ്മുടെ അറ്റൻഷൻ കൊടുക്കുക. നമ്മുടെ ചിന്തകളിൽ എന്താണ് സംഭവിക്കുന്നത്? എന്ത് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് ഫീലിങ്സ് ആണ് എന്നെ ഭരിക്കുന്നത്? ദേഷ്യമാണോ? നിരാശയാണോ? അല്ലെങ്കിൽ കൃതജ്ഞതയാണോ? സന്തോഷമാണോ? നമ്മൾ എന്താണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഫീലിങ്സ് ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വാച്ച് ചെയ്താൽ മതി. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ചതിന് ശേഷം ഞാൻ എന്ത് ഫീലിങ്സ് ആണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാറ്റിനും നന്ദിയുള്ള ഒരു വ്യക്തിയായിട്ടാണോ ഞാൻ കാണപ്പെടുന്നത്? അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രതികാരമോ അല്ലെങ്കിൽ ദേഷ്യമോ വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണോ ഞാനിപ്പോൾ നിലകൊള്ളുന്നത്? ഏത് വികാരമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളും കാര്യങ്ങളുമായിരിക്കും നമ്മുടെ മുൻപിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരു കൃതജ്ഞതാ മൂഡിൽ നിൽക്കാമെങ്കിൽ അത് ദൈവവുമായിട്ടുള്ള ഒരു പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, അവർ ആറ്റിറ്റ്യൂഡ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്. കൃതജ്ഞതാ മനോഭാവത്തിലൂടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുക. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അവയർനെസ് കൊണ്ടുവരിക. ഇപ്പൊ നമുക്ക് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാരും മരണപ്പാച്ചിലാണ്. എന്തോ ഒരു യാന്ത്രികമായിട്ട് റോബോട്ടുകളെ പോലെ ആളുകൾ ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ്. അവർ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിശുക്കളുടെ ഒരു പ്രത്യേകതയുണ്ട്. അവരെപ്പോഴും ക്യൂരിയസ് ആയിരിക്കും. അല്ലേ? ചിത്രശലഭങ്ങളെ കാണുമ്പോഴും, പുഷ്പങ്ങളെ കാണുമ്പോഴും, അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിലേക്ക് ചെല്ലുമ്പോഴും, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ കൗതുകം. ഇതേ ഒരു കൗതുകം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകമാണ് പ്രസന്റ് മൊമെന്റ് അവയർനെസ്. ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത്.
ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഒരു വ്യക്തത ഉണ്ടാവണം. നമ്മൾ എന്താണ് കഴിക്കുന്നത്? അല്ലെങ്കിൽ കഴിക്കുമ്പോൾ എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് ഫീലിങ്സ് ആണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ടിവി വെച്ചുകൊണ്ടേ ചോറ് അങ്ങോട്ട് ഇറങ്ങുകയുള്ളൂ. അല്ലേ? അത് പലപ്പോഴും എന്താ പറയുക, ഓരോ ചാനലുകളിലും ഈ ക്രൈം ഫയൽ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കേസ് ഡയറി, അല്ലേ? സൈക്കോളജിക്കലി ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴേ ഇതൊക്കെ കാണാൻ ഭയങ്കര രസവാ. എല്ലാരും ഇത് ടിവി തുറന്നു വെച്ചുകൊണ്ട് അതിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്ത് ഇമോഷൻസ് ആണ് നമ്മളിൽ വർക്കൗട്ട് ആവുന്നത്, അല്ലേ? ആ ഇമോഷൻസിന് അനുസരിച്ചിട്ടുള്ള ഹോർമോൺസ് ആണ് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കഴിക്കുന്ന ആഹാരത്തിൽ എന്താണ് ഈ ഇമോഷൻസ് ബാധകമാകുമെന്ന് ഒരുപക്ഷേ നിങ്ങളോടത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ഏത് രീതിയിലുള്ള ഹോർമോൺസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അവിടെ വിഷലിപ്തമാക്കുകയാണ്, അല്ലെ? കഴിക്കുന്നത് വിഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പലരും എന്നോട് പറയുന്നുണ്ട്, രാത്രി ഞെട്ടി എണീക്കുക. ആരോ ഞെക്കിക്കൊല്ലാൻ വരുന്നു, കൊല്ലാൻ വരുന്നു, കഴുത്തെ ഞെക്കിപ്പിടിക്കുന്നു. അപ്പം രാത്രിയിൽ കണ്ടു കിടക്കുന്ന ഏതാ? 10:30ക്ക് ഇതുപോലുള്ള എന്താ പറയാ, കുറെ കാര്യങ്ങളുണ്ട്. കേസ് ഡയറിയോ, ക്രൈം ഫയലോ ഇതൊക്കെ കണ്ടിട്ടാ കിടക്കുന്നത്. അങ്ങനെ പോയി കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെല്ലുന്നത് നമ്മൾ എന്ത് ഫീലിങ്സോട് കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നുവോ അത് രാത്രിയിലും പ്രവർത്തന നിരതമായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ബോധമനസ്സ് മാത്രമാണ് ഉറക്കത്തിലേക്ക് പോകുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഓപ്പൺ ആണ്. അതിങ്ങനെ എന്താണ് ഓരോന്ന് പിടിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കണ്ട് കേട്ട കാര്യങ്ങളെല്ലാം ഇമോഷൻസ് ആയിട്ട് ഉള്ളിലേക്ക് ചെന്ന് അവസാനം സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല ഇത് കാണുമ്പോൾ എന്ത് വികാരങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് അതിനനുസരിച്ച് സബ് കോൺഷ്യസ് മൈൻഡ് പ്രതികരിക്കും. അപ്പോ രാത്രിയിൽ ആരൊക്കെയോ കൊല്ലാൻ വരുന്നു, കഴുത്തിൽ ഞെക്കിപ്പിടിക്കാൻ വരുന്നു, കുത്താൻ വരുന്നു, ചാടി എഴുന്നേൽക്കുന്നു, വെപ്രാളമായി, അല്ലേ? ഇതൊക്കെ ഈ ഒരു പ്രസന്റ് മൊമെന്റ് അവയർനെസ്സിലേക്ക് നമ്മൾ വരാത്തതിന്റെ പ്രശ്നങ്ങളാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കുക. അങ്ങനെ കുട്ടികളെ അങ്ങനെ ആ രീതിയിൽ നമ്മൾ വളർത്തുവാനും പാടില്ല. ടിവികളും മറ്റുമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ മൊബൈലൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അവരെ ആ ചിട്ടയായ രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിനെ മൈൻഡ്ഫുൾനെസ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങളാണ്. നമ്മുടെ സ്ട്രെസ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യുവാൻ കഴിയും. അതുപോലെ തന്നെ ഇമോഷണൽ റെഗുലേഷൻ, വൈകാരിക നിയന്ത്രണം. നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ സെൽഫ് അവെയർനെസ്. നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ചിന്തകൾ എന്താണ്? നമ്മുടെ ചുറ്റുപാട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെപ്പറ്റിയുള്ള ഒരു അവെയർനെസ് ഒക്കെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിലൂടെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാമിങ് ദ മൈൻഡ്. മെഡിറ്റേഷനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പലരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. പ്രാണവായു എന്ന് പറയുന്നത് ഏതൊരു വിശ്വാസിക്കും, ഏതൊരു അവിശ്വാസിക്കും, ഏതൊരു യുക്തിവാദിക്കും ഇവിടെ തുല്യമായിട്ട് കൊടുത്തിട്ടുള്ളത് തന്നെയാണ്. അല്ലേ? വിശ്വാസികൾ നല്ല രീതിയിൽ ശ്വാസം എടുക്കുന്നു. യുക്തിവാദികൾ അല്ലെങ്കിൽ അവിശ്വാസികൾ, നിരീശ്വരവാദികൾ കഷ്ടപ്പെട്ടാണ് ശ്വാസം എടുക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും തുല്യമായിട്ട് തന്നെയാണ് ദൈവം ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിശ്വാസിക്കും അവിശ്വാസിക്കും 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസം കൊടുത്തിട്ടുള്ളത്. അതിൽ 1 സെക്കൻഡ് പോലും കൂടുതലും കൊടുത്തിട്ടില്ല. 1 സെക്കൻഡ് പോലും കുറവും കൊടുത്തിട്ടില്ല. ആ വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോ മെഡിറ്റേഷന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് തന്നെ ഈ പ്രാണവായുവിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തെ നിരീക്ഷിക്കുക. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിഥം, അല്ലെ? ഒരു മ്യൂസിക്കൽ റിഥം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ശ്രദ്ധയോടെ അതിനെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. പ്രാണവായു ഉള്ളിലേക്ക് പോകുന്നു. അകത്തു നിന്നും പുറത്തേക്ക് അത് നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുന്നു. ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ. അതിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ അത് തന്നെയാണ്. പിന്നെ അതിന്റെ പല രൂപഭേദങ്ങൾ. എന്താ പറയാ, ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനത്തില് അത് വേറെ രീതിയില് ഒരു ഗൈഡഡ് മെഡിറ്റേഷൻസും മറ്റുമൊക്കെ ആത്മീയമായ തലത്തിൽ കൊണ്ടുപോകുന്നു. ഇനി ഇവിടുന്ന് സായിപ്പന്മാർ എന്താ പറയാ യൂറോപ്പിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവര് കുറെ കാര്യങ്ങൾ പുതുതായിട്ട് ഇങ്ങോട്ട് തരുന്നു. അപ്പൊ അതാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് അത് പോയി ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത്. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയാ ഒരു സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് കാണേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ഇന്നർ പീസ്, ആന്തരികമായിട്ടുള്ള സമാധാനം, നമ്മുടെ സെൽഫ് അവെയർനെസ്
അതുപോലെ തന്നെ വികാര നിയന്ത്രണം, അല്ലേ? പൊട്ടിത്തെറിക്കുന്ന സ്വഭാവങ്ങൾ, ഡിപ്രഷൻ, സ്ട്രെസ്, ഇതിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യുവാനായിട്ട് ഈ മെഡിറ്റേഷൻ ജസ്റ്റ് 5 മിനിറ്റ്സ്, ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. എന്താണ് ഉള്ളിലേക്ക് പോകുന്നത്? എന്താണ് പുറത്തേക്ക് വരുന്നത്? അല്ലേ? അതിനെ ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കുവാൻ, ഒന്ന് ഒബ്സർവ് ചെയ്യുവാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ കഴിയുക. 5 to 10 മിനിറ്റ്സ് അത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് നമ്മുടെ ആന്തരികമായിട്ടുള്ള സമാധാനം നമുക്ക് കണ്ടെത്തുവാനും നമ്മുടെ വികാരങ്ങളെ, ഇമോഷൻസിനെ നമുക്ക് നിയന്ത്രിക്കുവാനും കഴിയുമെന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അച്ചീവിംഗ് ബാലൻസ് ആൻഡ് ഇന്നർ പീസ്. ആന്തരികമായ സമാധാനത്തിനും സന്തുലിതാവസ്ഥ. സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ മൈൻഡ് ബോഡി കണക്ഷൻ. നമുക്കറിയാം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എന്ന് പറയുന്നത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലേ? നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് അതിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രാക്ടീസസ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ശരീരത്തിനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് മനസ്സിനെയും ബാധിക്കും. മനസ്സിനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരീരത്തെയും ബാധിക്കും, അല്ലേ? മാനസികമായിട്ടുള്ള എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആഹാരം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല. ഇനി ഫിസിക്കലി എന്തെങ്കിലും നമുക്കൊരു മുറിവോ ചതവോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാനസികമായിട്ട് നമ്മളെ തകർക്കും, അല്ലേ? അപ്പൊ അതിൽ നിന്ന് പിന്നീട് ആത്മാവിലേക്ക്, സോളിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പൊ അവിടെയും പ്രശ്നങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഇത് മൂന്നും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളിൽ നമ്മൾ ഏർപ്പെടുക. ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു ലൈഫിൽ നമ്മൾ പോകുമ്പോൾ ഈ മനസ്സ് ഒരിടത്ത്, ശരീരം ഒരിടത്ത്, അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ ഇന്റർ കണക്ട് ചെയ്യുവാനുള്ള പ്രാക്ടീസസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് എക്സസൈസ്, ഉദാഹരണം എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൽ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും എന്നുള്ളതാണ്. അയാൾക്ക് എപ്പോഴും ആ ഒരു ഹാപ്പിനെസ് നിലനിർത്താൻ കഴിയും. കണ്ടിന്യൂ നമ്മൾ അതുമായിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, വല്ലപ്പോഴും വ്യായാമം ചെയ്യുന്നതിലൂടെയല്ല, ഡെയിലി നമുക്ക് വ്യായാമം ചെയ്യാൻ കഴിഞ്ഞാൽ അത് മനസ്സും ശരീരവുമായിട്ടുള്ള ഒരു ഇന്റർ കണക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. അടുത്തത് സോഷ്യൽ ഇന്ററാക്ഷൻ, സമൂഹവുമായിട്ടുള്ള ഒരു പ്രതിബദ്ധത. ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നല്ല ഫ്രണ്ട്സ്, അല്ലെ? സൊസൈറ്റിയുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കാൻ കഴിയുക. എന്താണ് ഈ പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ച്, അവരെപ്പോഴും ഈ ഒരു 70 കഴിഞ്ഞാലും 80 കഴിഞ്ഞാലും 90 കഴിഞ്ഞാലും അവർക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ഒക്കെ ആയിരിക്കും. അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും ജനങ്ങളുടെ നടുവിലാണ്. ശ്രീ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ആളുകൾ ഇല്ലാതിരിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം. ഒറ്റപ്പെട്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആളുകളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആളുകളുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. സോഷ്യൽ ഇന്ററാക്ഷൻ, അതിൽ നിന്ന് നമുക്കൊരു ഹോർമോൺ ഉണ്ടാകുന്നത് ഓക്സിടോക്സിൻ, അതായത് അല്ലെങ്കിൽ ലവ് ഹോർമോൺ എന്ന് പറയും. റിലേഷൻഷിപ്പിനെയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഹോർമോൺസ് ആണ്. എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നീട് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത അർപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് തന്നെ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പറയേണ്ടതായിട്ട് വരും. നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം നമുക്ക് കിട്ടിയതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കാം, അല്ലേ? നമുക്കിന്ന് ആരുടെയും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നേരെ ചൊവ്വേ നടന്ന് വാഷ്റൂമിൽ പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുൻപിലിരിക്കുന്ന ഭക്ഷണം നമുക്ക് തന്നെ എടുത്ത് കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ കഴിയും. നമുക്ക് കിട്ടിയിട്ടുള്ള ഹെൽത്തിന്, ഒരു ദിവസം തന്നെ എത്രയോ കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കുവാൻ കഴിയും, കൃതജ്ഞത അർപ്പിക്കുവാൻ കഴിയും. അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള, ദൈവവുമായിട്ടുള്ള, പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ്. നെക്സ്റ്റ് ഗാർഡനിങ്, പൂന്തോട്ട സംരക്ഷണം. അതൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിനെ കാമാൻ ക്വൈറ്റ് ആക്കുന്ന കാര്യങ്ങളാണ്. പുഷ്പങ്ങളെ നല്ല രീതിയിൽ കാണുക, പൂമ്പാറ്റകളെ കാണുക, അല്ലേ? ഒരു ബിസി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ എങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെൽത്തി ബൗണ്ടറീസ്. അതായത് നമ്മുടെ വികാരങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹെൽത്തി ബൗണ്ടറീസ് നമുക്ക് ചുറ്റും നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ സെൽഫ് കെയറിങ്ങിന് ആദ്യം പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ഊർജത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ നിന്ന്, വാഗ്വാദങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഈ അൺനെസസറി ആയിട്ടുള്ള ഡിബേറ്റ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ്, ഇതിനൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. ചിലപ്പോൾ ആരെയെങ്കിലും നമ്മൾ പറഞ്ഞു തോൽപ്പിച്ചിട്ടുണ്ടാകാം.
അപ്പൊ നമ്മളൊരു വിജയിയായിട്ട് പോകുന്നുണ്ടാകാം. അവിടെ ആരും വിജയിയാവുന്നില്ല. രണ്ടുപേരും പരാജിതരാണ്. തുല്യ പരാജിതരാണ്. ആരും അവിടെ വിജയിക്കുന്നില്ല. ഇന്ന് ലോകത്ത് ഒരു ചർച്ചയും വിജയിച്ച ഒരു ചരിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ചാനലുകളിലൊക്കെ എന്താ പറയാ വൈകുന്നേരം ചർച്ചകളൊക്കെ വരാറുണ്ട്. 4 പേരും 4 കൊമ്പത്തുള്ള 4 പേര് അവിടെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അവസാനം അതിനെ നിയന്ത്രിക്കുന്ന ആങ്കർ വരെ വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും. അവസാനം വരുമ്പോ അവര് അവരാകെ ഭ്രാന്തായിട്ട് ഇരിക്കുന്നത് കാണാൻ കഴിയും. അല്ലേ? അവരവരുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ, ഓ! എന്റെ പാർട്ടിക്കാരൻ എന്താ ഇന്ന് ഇച്ചിരി മോശമാണല്ലോ. ശ്ശോ! പ്രശ്നം മൊത്തം നമുക്കാ. അന്നത്തെ പ്രശ്നം മൊത്തം നമുക്കാണ്. നമ്മുടെ ഇമോഷൻസ് ആണ് അവിടെ എന്താ പറയാ വികാര വിക്ഷോഭങ്ങൾ അല്ലെങ്കിൽ വികാര വിക്ഷോഭ സ്ഫോടനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. അല്ലേ? പിന്നെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ എന്താ പറയാ മതത്തിന്റെ പേരില് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരില് അല്ലെങ്കിൽ ഒരു നാട്ടുകാരനും മറ്റൊരു നാട്ടുകാരനും തമ്മിൽ അല്ലേ? തിരുവനന്തപുരം അങ്ങനെയാണ്, കൊല്ലം ഇങ്ങനെയാണ്, പത്തനംതിട്ട ഇങ്ങനെയാണ് അല്ലേ? എല്ലായിടത്തും നല്ലവരുമുണ്ട്, കെട്ടവരുമുണ്ട്. അതാരും മനസ്സിലാക്കുന്നില്ല. അല്ലേ? ഓരോ രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളാണ്. ഇതിലൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ നമ്മുടെ എനർജി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഇത് ഡോക്ടേഴ്സിനോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഫിസിക്കലി ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി ലോസ് ആവും. അല്ലേ? അതുപോലെ തന്നെ നമ്മൾ മെന്റലി നമ്മൾ സ്ട്രെയിൻ എടുക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോ ഹെൽത്തി ബൗണ്ടറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നർ പീസ്. ആ ഇന്നർ പീസ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റുകളും നമ്മുടെ ശരികളും നമ്മൾ ഉൾക്കൊള്ളുക. എന്നിൽ ഇന്ന ശരികളുണ്ട്, ഇന്ന തെറ്റുകളുമുണ്ട്. ആ തെറ്റുകൾ ഓർത്ത് കുറ്റബോധമൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ, ഓവർകം ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഓവർകം ചെയ്യുക. അല്ലെ എവിടെയെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണം. പക്ഷെ ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പൊ അതൊരു വീക്ക്നെസ് ആണ്. അതിനെ തീർച്ചയായിട്ടും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു വീക്ക്നെസ് ആണ്. എനിക്ക് നീളം കുറവാണ്. അതെന്റെ ഒരു വീക്ക്നെസ് ആണ്. അത് ഇനി കൂട്ടാനായിട്ട് വല്ല മാർഗമുണ്ടോ? ഇല്ല. അതിനെ ഓർത്ത് ദുഃഖിക്കാനാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അയ്യോ! ഞാൻ നീളം കുറഞ്ഞ ആളാണല്ലോ, അല്ലെങ്കിൽ ഞാൻ കറുത്ത ആളാണല്ലോ, അതെനിക്ക് ഓവർകം ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് കരുതി ഇങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ടി വരും. നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ഓവർകം ചെയ്യേണ്ട കാര്യങ്ങൾ ഓവർകം ചെയ്യുക. ഓവർകം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ദൈവം നമ്മളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടുന്ന രൂപത്തില്, നമുക്ക് വേണ്ടുന്ന നിറത്തില്, നമുക്ക് വേണ്ടുന്ന നീളത്തില് ഒക്കെയാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെ മനസ്സിലാക്കി എന്താണ് നമ്മുടെ ഇംപെർഫെക്ഷൻ എന്ന് മനസ്സിലാക്കി അതിനെ ആശ്ലേഷിക്കുവാൻ, നമുക്ക് സ്വയം നമ്മളെ സ്നേഹിക്കാൻ സെൽഫ് ലവ്, നമുക്ക് നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുവാനും, നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനും, അല്ലേ? നമ്മളെ സ്വയം അംഗീകരിക്കുവാനും നമുക്ക് ആദ്യം കഴിയുക എന്നുള്ളതാണ്. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ കൂടി ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇന്നർ പീസിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഘടകമാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് സെൽഫ് റിയലൈസേഷൻ ഇൻ ടു ഡെയിലി ലൈഫ്. നമ്മുടെ ഓരോ ദിവസത്തിലും എല്ലാ ദിവസവും നമ്മുടെ ഈ സെൽഫ് റിയലൈസേഷൻ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മാറ്റങ്ങൾ കൊണ്ടുവരിക. എന്താണ് നമ്മുടെ ബിലീഫ്, നമ്മുടെ വിശ്വാസം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ പ്രവൃത്തികൾ, അതിന് വേണ്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരിക. അതായത് നമ്മൾ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്നുള്ള രീതിയിൽ ഇരിക്കാതെ, അല്ലേ? ശരി ഏതാണ്, തെറ്റ് ഏതാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഒരു അസ്തിത്വത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടേതായിട്ടുള്ള ഒരു അസ്തിത്വത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതിൽ ശരിയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാൽക്കുലേഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. വളരെ ന്യൂട്രൽ ആയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയും. അല്ലാതെ ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി, എന്റെ പ്രവൃത്തിയിൽ ഞാൻ ഒരു പടി പോലും അങ്ങോട്ട് മാറില്ല, എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കില്ല, അല്ലേ? ഇവിടെ തെറ്റും ശരിയും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. അതാണ് മനസ്സിലാക്കേണ്ടത്. ആറും 6 തിരിച്ചിട്ട 9 ആവും എന്ന് പറയുന്നത് പോലെയാണ്, അല്ലേ? 6ന് അപ്പുറത്തും ഇപ്പുറത്തും ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ പറയുന്നത് 9 ആണ്. മറ്റൊരാൾ പറയും ഇത് 6 ആണ്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെയും വിശ്വാസം അങ്ങനെ തന്നെയാണ്. സ്വന്തം വിശ്വാസങ്ങളെ തിരുത്തണമെങ്കിൽ, അല്ലേ? എന്തെങ്കിലും തിരുത്തലുകൾ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ പ്രവൃത്തികളിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വയം ചിന്തിക്കുക. നമ്മുടെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ സ്വയം ചിന്തിക്കുക. എന്ത് അനുഭവങ്ങളാണ് എന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്? എന്ത് മാറ്റങ്ങളാണ് ഞാൻ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്? അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എപ്പോഴും വളരണം എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക.
നമ്മുടെ മുൻപിൽ വരുന്ന വെല്ലുവിളികളെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട്, അതുപോലെ തന്നെ പഠിക്കുവാനുള്ള പഠനം എന്ന് പറയുന്നത് എങ്ങും അവസാനിക്കുന്നില്ല. 90 വയസ്സാണെങ്കിലും 100 വയസ്സാണെങ്കിലും നമുക്ക് പഠിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലേ? ഓരോ ദിവസവും എങ്ങനെ എനിക്ക് ഉയരാൻ കഴിയും? ഇന്നലത്തെ എന്നിൽ നിന്നും എത്ര വ്യത്യസ്തമാണ് ഇന്നത്തെ ഞാൻ? ഇന്നത്തെ എന്നിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തനാകണം അല്ലെങ്കിൽ വ്യത്യസ്തയാകണം നാളത്തെ ഞാൻ? ഓരോ ദിവസമുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ കഴിയണം? നമ്മൾ മറ്റുള്ളവരോടല്ല മത്സരിക്കേണ്ടത്. അല്ലേ? മറ്റുള്ള ഒരു വ്യക്തിയോടല്ല നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മൾ നമ്മളോട് മത്സരിക്കുക. ഇന്നലത്തെ ഞാൻ എങ്ങനെയായിരുന്നു? ഇന്നലത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ ഞാൻ എന്താണ്? ഇന്നത്തേതിൽ നിന്ന് എന്തുമാത്രം മാറ്റം എനിക്ക് നാളെ കൊണ്ടുവരാൻ കഴിയും? നാളെ കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലേ? നമ്മളിപ്പോ ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന സമയത്ത് ഇനി എന്താണ് ചെയ്യേണ്ടത്? അല്ലേ? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അറ്റ്ലീസ്റ്റ് നമ്മളൊരു പഞ്ചായത്തിൽ നിന്ന് തുടങ്ങുക. വേൾഡ് വൈഡ് ആയിട്ടേ ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതല്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പഞ്ചായത്തിൽ നിന്നങ്ങ് തുടങ്ങുക. നമ്മുടെ ചുറ്റുപാടിൽ നിന്നങ്ങ് തുടങ്ങുക. അതങ്ങ് വേൾഡ് വൈഡ് ആയിക്കോളും. അല്ലേ? ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ നമ്മളിൽ നിന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയണം. നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇന്നലത്തെ എന്നിൽ നിന്നും ഇന്നത്തെ ഞാൻ, ഇന്നത്തെ എന്നിൽ നിന്ന് നാളത്തെ ഞാൻ. ആ ഒരു അനലൈസേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാണ് ഡെയിലി പ്രോഗ്രസ്. അതുപോലെ തന്നെ ഓതന്റിസിറ്റി, ആധികാരികത. അല്ലേ? നമ്മുടെ വാല്യൂസ്, അതുപോലെ തന്നെ ബിലീഫ്സ് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ജീവിതം. നമുക്ക് നമ്മളോട് തന്നെ സത്യസന്ധത ഉണ്ടാക്കാൻ കഴിയണം. നമ്മൾ എത്ര കള്ളങ്ങൾ പറഞ്ഞാലും, എത്ര മോശമായ പെരുമാറ്റം നടത്തിയാലും, ഞാൻ പറയുന്നതേ ഞാൻ ചെയ്യൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ നമ്മളോട് സത്യമുള്ളവരാണോ? മറ്റുള്ളവരോട് ഒരുപക്ഷേ കള്ളം പറയുവാൻ കഴിയും. മറ്റുള്ളവരെ ഒരുപക്ഷേ സംസാരിച്ച് തോൽപ്പിക്കുവാനും കഴിയും. എന്നാൽ നമുക്ക് നമ്മളോട് സത്യസന്ധം സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലേ? നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലേ? ആ രീതിയിലുള്ള ഒരു നമ്മുടെ ആധികാരികമായിട്ടുള്ള ഒരു സെൽഫ്, അല്ലേ? ആ സെൽഫ് റിയലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വം അതിനെ പ്രതിഫലിപ്പിക്കുവാനുള്ള തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ഓതന്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് ജേർണിയാണ്. അല്ലേ? അപ്പോൾ ഒരു ഗ്രോത്തിലേക്കുള്ള, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അത് നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്തുവാൻ, നമ്മൾ ഇന്നായിട്ടുള്ള ദ അമേസിംഗ് പേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുമാണ്. അതിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുവാൻ കഴിയണം. ആഘോഷിക്കുവാൻ കഴിയണം. ഞാനെന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് ആഘോഷിക്കുവാൻ കഴിയണം. ഞാൻ എന്നെ തന്നെ ആശ്ലേഷിക്കുക. ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുക. ഞാൻ എന്നെ തന്നെ റെസ്പെക്ട് ചെയ്യുക. അതിലൂടെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും, മറ്റുള്ളവരോട് ബഹുമാനം പുലർത്തുവാനും, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുവാനും, നമ്മുടെ മുൻപിൽ വരുന്ന ആൾക്കാരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കുവാൻ, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുവാനുള്ള കഴിവ്, അതൊക്കെ ദൈവം നമുക്ക് വാഗ്ദാനമായിട്ട് നൽകിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ വീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഏത് മേഖലകളിലാണ് എനിക്ക് സ്ട്രെങ്ത് ആയിട്ട് തോന്നുന്നത്? എവിടെയാണ് എനിക്ക് ശോഭിക്കുവാൻ കഴിയുന്നത്? അതിനെപ്പറ്റി എഴുതി വെക്കുക. തൊട്ടപ്പുറത്ത് തന്നെ വീക്ക്നെസ്സും എഴുതണം. എന്താണ് എന്റെ വീക്ക്നെസ്? ഇപ്പൊ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത്. അപ്പൊ വീക്ക്നെസ് കണ്ടപ്പോ 100, അയ്യോ സ്ട്രെങ്ത് കണ്ടപ്പോ 1, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അങ്ങനല്ല. എന്ത് തന്നെയാണ് സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്തതിനു ശേഷം അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇനിയിപ്പോ ആ ഡോക്ടർ ഉണ്ടെങ്കിൽ എന്നെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നോക്കട്ടെ. അല്ലേ? ആ ഡോക്ടർ അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സന്തോഷമാവും. നമ്മളെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അഭിനന്ദിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആർക്കെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യാമോ? ഷൈന മാഡം ആരെങ്കിലും വന്നിട്ടുണ്ടോ? മെസ്സേജ് ഇട്ടിട്ടുണ്ടോ? ഈ ലോകത്തിൽ വെച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ആരാണ്? ഒരാള് മദർ എന്നിട്ടിട്ടുണ്ട്, ഒരാള് നമ്മൾ തന്നെ എന്നിട്ടിട്ടുണ്ട്, ഒന്ന് രണ്ടുപേര്. നമ്മൾ തന്നെ. അതെ. മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ഘട്ടം വരെയല്ലേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ആൻസേഴ്സ്.
ഓക്കെ, നമ്മൾ തന്നെയാണ് അല്ലെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി നമ്മൾ തന്നെയാണ്. സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയണം. യെസ്, ഇന്ന് ഞാൻ ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താണ്? എനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 1, 2, 3 കാര്യങ്ങളെങ്കിൽ 3 കാര്യങ്ങൾ ഞാൻ ഇന്ന് എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ആ ഡോക്ടർ അല്ലെങ്കിൽ അദ്ദേഹം എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് നോക്കട്ടെ. പക്ഷെ അദ്ദേഹം എന്നെ അന്ന് അപ്രീഷിയേറ്റ് ചെയ്തില്ലല്ലോ അല്ലേ? പിന്നെ പിണക്കമായി. അതൊക്കെ ഒരു ബോണസ് പോയിന്റ്സ് മാത്രമാണ് നമുക്ക് അല്ലേ? മറ്റൊരാൾ നമ്മളെ ഇഷ്ടപ്പെടുക, മറ്റുള്ളവരെ നമ്മളെ ബഹുമാനിക്കുക, മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുക, നമ്മളെ അഭിനന്ദിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക, ഇതൊക്കെ എന്ന് പറയുന്നത് ബോണസ് പോയിന്റ്സ് ആണ്. മറ്റുള്ളവരിൽ നിന്ന് അത് കിട്ടുകയാണ്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് നമ്മൾ മാത്രമാണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കുക, നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുക, നമ്മൾ നമ്മളെ അഭിനന്ദിക്കുക. മറ്റുള്ളവർ അഭിനന്ദിക്കുന്നെങ്കിൽ അഭിനന്ദിച്ചോട്ടെ, സന്തോഷം. അത് ബോണസ് പോയിന്റ്സ് ആണ്. അത് മനസ്സിലാക്കി നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, എന്നെ കേൾക്കുന്ന എല്ലാവരും അത് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വെച്ചതിന് ശേഷം നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ സ്ട്രെങ്ത് ആക്കുവാനായിട്ട് ശ്രമിക്കുക. വീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഇട്ടേക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഇവിടെ എന്താ പറയാ, ഈ ലോകത്ത് ജീവിക്കുവാൻ പറ്റുന്ന രീതിയിൽ തന്നെ രൂപത്തിൽ, ഭാവത്തിൽ, നീളത്തിൽ, വണ്ണത്തിലൊക്കെയാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ വലിയൊരു മഹാസത്യം മനസ്സിലാക്കി നമുക്ക് ഏവർക്കും ഈ ഒരു യാത്ര നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ. ഷാലു രാജൻ, വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുവാനും അത് നല്ല രീതിയിൽ ഇനിയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ആ യാത്ര തുടരാൻ ഇനിയും ഒരുപാട് സമയവും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ യാത്ര സ്പീഡാക്കുക എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലതാ മനോഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. എന്താ പറയാനുള്ളത്? നന്ദി ഷൈല ഡോക്ടറെ. ഷാലു രാജൻ ഡോക്ടർ, സോറി, ഷാലു രാജന് വളരെ സന്തോഷം. വളരെ നല്ല ഒരു പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് എനിക്ക് നമ്മൾ നമ്മളെ തന്നെ അറിയുക എന്നുള്ള ഒരു വാക്ക് പറഞ്ഞത്. അത് വളരെ നല്ല, അതിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ ജനനം മുതൽ മരണം വരെ. നാഴികമണി പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജനിച്ചും മരിച്ചും പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ കിട്ടുന്ന വളരെ ഷോർട്ടായിട്ടുള്ള ഒരു 80, 90, 100 മാക്സിമം വരുമ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അതൊരു യഥാർത്ഥ യാത്രയാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മളുടെ യാത്രയ്ക്ക് ഒരു അർത്ഥവും ഇല്ല യഥാർത്ഥത്തിൽ. അതെ, നമ്മൾ വെറുതെ ജനിച്ചു വെറുതെ മരിച്ചു എന്നുള്ളതല്ല. ആ അവതാര ലക്ഷ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ എല്ലാവരും നിൽക്കുന്ന അതിൽ തന്നെയാണ്. ഇപ്പൊ ഇതിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല, ക്ലാരിറ്റി കിട്ടുന്നില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെ? അത് പ്രാർത്ഥനാശീലമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് ഇതിനൊരു ക്ലാരിറ്റി നൽകണമേ. ആ ഒരു പ്രാർത്ഥന നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടിയിരിക്കും. ഇപ്പൊ നമ്മൾ 4 കൂടി ഒരു ജംഗ്ഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നമുക്ക് പോകേണ്ടുന്ന വഴി ചോദിച്ച് അറിയാൻ ആരുമില്ല. നമ്മൾ എന്താ ചെയ്യുക? ദൈവമേ, കിട്ടുന്ന ഒരു വഴിയിൽ നമ്മൾ അങ്ങ് കയറിപ്പോകും അല്ലേ? അത് ദൈവം നിശ്ചയിച്ച വഴിയാണെന്നുള്ള രീതിയിൽ നമ്മൾ കയറി പോകാൻ ശ്രമിക്കില്ലേ? ആരും നമുക്ക് ചുറ്റുമില്ല എങ്കിൽ. അത് തന്നെയുള്ളൂ. അപ്പൊ അത് നല്ലൊരു വഴിയാണ് ഇപ്പൊ പറഞ്ഞത്. നമ്മള് കുറച്ച് മെഡിറ്റേഷൻ, പിന്നെ നമ്മളെ കുറിച്ച് ശ്വാസം ശ്രദ്ധിച്ചിരുന്ന് അതൊരു 5 മിനിറ്റ് എങ്കിൽ തുടങ്ങി, പിന്നെ അതൊരു 10 മിനിറ്റ് ആക്കി കൂട്ടി വന്നു കഴിയുമ്പം നമ്മളുടെ മനസ്സിന് ഉള്ള സ്ട്രെസ്സും മാറും. അതോടൊപ്പം തന്നെ നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു വഴികാട്ടിയായിട്ട് നമ്മുടെ ശ്വാസം തന്നെ. ഇപ്പം ഷാലുരാജൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ ഈ ലോകത്തിലുള്ള സകലരും ശ്വാസത്തിൽ കൂടെയാണ് ജീവിക്കുന്നത്. ശ്വാസം ഇല്ലാതെ ആർക്കും പറ്റില്ല. അതിനി ഏത് പാവപ്പെട്ടവനാണെങ്കിലും പണക്കാരനാണെങ്കിലും എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അല്ല, ആരും ഈ ശ്വാസം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു അവയർനെസ് തരാൻ നമുക്ക് പറ്റുന്നത്. അപ്പൊ നമ്മളെ തിരിച്ചറിയാൻ ഈ ശ്രദ്ധിക്കുന്നത്, ശ്വാസവീക്ഷണം, അത് വളരെ സഹായിക്കും. അതേപോലെ എക്സർസൈസും മെഡിറ്റേഷനും എല്ലാം വളരെ പറഞ്ഞ മൈൻഡ്ഫുൾനെസ്, ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്ന ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാകുമ്പം
അത് അനുഭവിച്ചുകൊണ്ട് ആ ഒരു നല്ല ഫീലിങ്ങോടുകൂടി പോസിറ്റീവായിട്ടുള്ള മൈൻഡോടുകൂടി നല്ല സന്തോഷമായിട്ടും കരുണയായിട്ടും ദയയായിട്ടും ആ ആ മനസ്സോടുകൂടി നമ്മൾ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഏറ്റവും പ്രധാനം ഇതെല്ലാമായിട്ട് നമ്മൾ നമ്മുടെ ശ്വാസത്തിൽ ഓരോ നിമിഷത്തിലും നമുക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ കണ്ടുപിടിക്കാനുള്ള നമ്മളിലോട്ട് എത്തിപ്പെടാനുള്ള ആ തത്വമസി എന്നുള്ള അവിടെ വരെ എത്താനുള്ള ആ ഒരു ഇത് കിട്ടും. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. സംഗീതം എന്ന് പറയുമ്പോൾ ഇപ്പോ സംഗീതം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ആ ലോകത്തിലെ ഏറ്റവും നല്ല മാന്ത്രികമായിട്ടുള്ള സംഗീതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ചിരുന്ന് നമ്മുടെ ശ്വാസത്തെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി. ആ ഒരു സോഹം പ്രത്യേക ഒരു എന്ന് അനുഭൂതിയാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു താളമാണ്. അപ്പൊ അതെ. പിന്നെ ചിന്തകൾ പിന്നെ വേറെ അങ്ങോട്ടും എന്താ പറയാ, ഇപ്പം ഇവിടെ ഇരുന്ന് ശ്വാസത്തിൽ ശ്രദ്ധ കൊടുക്കുമ്പോ അവിടെ അരി തിളയ്ക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു ചിന്ത വരരുത്. ആ അടുക്കളയില് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവരുത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് നമുക്കൊരു 5 മിനിറ്റ് ആ ശ്വാസത്തിൽ നിരീക്ഷിക്കാൻ കഴിഞ്ഞ അപ്പൊ പിന്നെ ചിന്ത പിന്നെ അരി തിളച്ചോ പിള്ളേര് എന്തോ ചെയ്യുന്നൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോയി. അതാണ് അതാണ് ഏറ്റവും ഇപ്പോഴത്തെ നല്ലൊരു പ്രശ്നം. മ്യൂസിക് എന്ന് പറയുന്നത്. അതാണ് കൂടുതൽ പേരുടെയും പ്രശ്നം. കോൺസെൻട്രേഷൻ കിട്ടാൻ ബുദ്ധിമുട്ട്. അതെ അതെ. താങ്ക് യു. ഓക്കെ. താങ്ക് യു ഓക്കെ വെരി മച്ച്. ലതാ മനോഹരൻ ഡോക്ടറെ. അബ്ദുൽ സലാം സാറിന് എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച്? വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഷാലു. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ക്ലാസ് അതിന്റെ അത്യാവശ്യം വേണ്ടപ്പെട്ട ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് മനസ്സിലായത്. അതുപോലെ തന്നെ ഇനിയും ഇത്തരം ക്ലാസ്സുകളായിട്ട് വീണ്ടും വരണം എന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമാണ് ഇപ്പൊ ഷാലിനോട് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ ജയലളിത സന്തോഷം അബ്ദുൽ സലാം സാറ്. അമ്പാടി ഡോക്ടറിന്റെ അവിടെ അപ്പുറത്ത്. അമ്പാടിയമ്മയുണ്ട്. അമ്പാടിയമ്മ ക്ഷണിക്കുന്നു. എന്താണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്? അൺമ്യൂട്ട്. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാൻ പറഞ്ഞോളൂ. അതെ, ഷാലു പറഞ്ഞില്ലേ, നന്ദിയെ പറ്റി പറഞ്ഞില്ലേ. ബൈബിളിൽ ഒരു വാക്കുണ്ട്, ദോസ് ഹു ഹാവ് ഗോട്ട് മോർ ദേ വിൽ ബി ഗിവൺ മോർ ആൻഡ് ദോസ് ഹു ആർ നോട്ട് ഹാവിങ് ദ തിങ്സ് വിൽ ബി ടേക്കൺ ഫ്രം ദം എന്ന് പറയുന്നത്. അതപ്പോൾ നമ്മളെന്താ വിചാരിക്കണേ, ഉള്ളവന് വാരിക്കോരി കൊടുക്കും ദൈവം, ഇല്ലാത്തവന് ഉള്ളതും കൂടെ നശിപ്പിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവിടെ അതല്ല, നന്ദിയുള്ളവന്, അതായത് നമുക്ക് കിട്ടിയ ഈ ജന്മത്തിന്, നമ്മൾക്ക് കിട്ടിയ ഓരോന്നിനും നമ്മൾ നേരം വെളിച്ചമായ നമ്മൾ കണ്ണു തുറന്ന ഉടനെ ആ നന്ദിയോടുകൂടി, ഞാൻ കണ്ണു തുറന്നല്ലോ, ഇന്നലെ രാത്രി എൻ്റെ പ്രായത്തിലുള്ള എത്ര പേര് കിടന്നിട്ട് അവർ എണീക്കാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അങ്ങനെ ആ ചിന്തയില്ലാതെ എനിക്ക് ഞാൻ എണീറ്റല്ലോ ഭഗവാനെ, അതിന് നന്ദി എന്ന് പറഞ്ഞാൽ ആ നന്ദിയോടുകൂടി നമ്മൾ ദിവസം സൂക്ഷിച്ചാൽ, അല്ലാതെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ആ നന്ദി ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡൗൺ ടു എർത്ത് ആയിരിക്കും. കാരണം ഇതെല്ലാം നമുക്ക് കിട്ടിയ ദാനമാണ് എന്നുള്ള ആ ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് ആ വാക്ക് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ നന്നായിരുന്നു ഷാലു, നല്ല അസലായിരുന്നു. നല്ല എന്താ പറയണേ, ഒരു കുളിർകാറ്റ് ഒഴുകണ പോലെ നല്ല ശീതളമായിട്ടാണ് ഇത് പറഞ്ഞത്. നന്നായിരുന്നു. ഇനിയും ഇങ്ങനെ വരണം, ഇങ്ങനെയുള്ള പുതിയ പുതിയ ഇതുകളുണ്ട്. വെരി ഗുഡ്. താങ്ക് യു അലോട്ട്. നന്ദി ശൈലജ. സലാം എന്നെ വിളിച്ചതിന് നന്ദി. ഓക്കെ. അടുത്തത് ജയലളിത ഡോക്ടർ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമയം വളരെ കുറവാണ്. ചുരുക്കി നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് ചുരുക്കി ഒന്ന് പറയാമോ? നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താ പറയാ, ഇപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ലേ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് തന്നെ അതൊരു സെൽഫ് ലവിന്റെ ഭാഗമാണ്. ദൈവമേ, എനിക്കിപ്പോ ഇന്ന് ഒരു ദിവസം കൂടി, അല്ലെ, നമ്മുടെ കൈകളിലാണോ ഇതൊക്കെ? ഞാനിപ്പം ഈ ഒരു എന്താ പറയാ, ഈ ഒരു മീറ്റിംഗ് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല, അല്ലെ, ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ. അല്ല, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ഈ ഒരു നിമിഷം അടുത്തൊരു നിമിഷം എന്താണെന്ന് എനിക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ. ഞാൻ വലിയ വാക്യങ്ങളൊക്കെ ഇവിടെ ഉച്ചരിച്ചതിന് ശേഷം ഈ ഒരു മീറ്റിംഗ് അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ളത് അറിയില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നിട്ടുള്ള ആ ഒരു ദിവസം, അല്ലെ, അത് എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കുവാൻ കഴിയണം. എന്റെ നന്മകൾ എന്താണ്, ഞാൻ സ്ട്രെങ്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയിട്ടുള്ള നന്മകൾ എന്താണ്, അല്ലെ, ആ നന്മകളെ കുറിച്ച് നമ്മൾ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു സെൽഫ് ലവിന്റെ ഭാഗമാണ്.
മനസ്സിലായില്ലേ? ഇപ്പം പലരും ഈ നിരാശ, ഡിസപ്പോയിന്റ്മെന്റിലേക്ക് പോകാറുണ്ട്. എന്റെ നിറം ഇങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെ എന്റെ നീളം ഇങ്ങനെ ആയിപ്പോയല്ലോ, എനിക്ക് വണ്ണം കൂടിപ്പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ദാരിദ്ര്യത്തിലാണല്ലോ. അപ്പൊ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുക. അല്ലെ, എത്ര മനോഹരമായിട്ടുള്ള കണ്ണുകൾ എനിക്ക് നൽകിയിരിക്കുന്നു, ആ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നു. മിററിന്റെ മുമ്പിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. എത്ര മനോഹരമായിട്ട് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലെ. 2 കണ്ണുകൾ, നല്ല രീതിയിൽ ശ്വസിക്കാനുള്ള മൂക്ക്, അല്ലെ, നല്ല രീതിയിൽ നല്ല പല്ലുകൾ, അല്ലെങ്കിൽ നാവ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം, 2 കൈകൾ, 2 കാലുകൾ, അല്ലെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് നമുക്ക് നമ്മളെ തന്നെ കൊള്ളാം, അല്ലെ, നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കുവാൻ കഴിയണം. അതാണ്. ഓക്കെ, ജയലളിത ഡോക്ടർ ഒരു താങ്ക്സും പറഞ്ഞിട്ടുണ്ട്. ആ, ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ സമയം, ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ആ, പിന്നെ നമ്മുടെ സെഷന് നന്ദി പറയുന്നതിന് വേണ്ടി ലതാ മനോഹരൻ ഡോക്ടറെ ക്ഷണിക്കും. നന്ദി ശൈല ഡോക്ടറെ. ഷാലു രാജൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണെന്ന് അറിയാം. നമ്മുടെ IFPHന്റെ തുടക്കം മുതൽ കൊച്ചായിട്ട് കുട്ടിയായിട്ട് വന്ന് നമ്മുടെ എല്ലാ കാര്യത്തിലും പങ്കെടുക്കുന്ന ഒരാളാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. അപ്പം അതും അവിടെ മുതൽ ഇവിടം വരെ വന്ന് നിൽക്കുമ്പം നമുക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മളുടെ ആ ലൈഫിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ, കൂടുതൽ നമ്മളുടെ ഉയർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും വേണ്ട കാര്യങ്ങൾ നമുക്ക് ഒരു പറഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിച്ചതിൽ IFPHന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ, ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. നന്ദി ഡോക്ടർ ലതാ മനോഹരൻ. അപ്പൊ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മളെ തന്നെ തിരിച്ചറിയുന്നത്, സെൽഫ് റിയലൈസേഷൻ എങ്ങനെയാണ്, അതെങ്ങനെയെല്ലാം മെച്ചപ്പെടുത്താം, അതെങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചെല്ലാം നല്ല രീതിയിലാണ് നമുക്ക് ഷാലു രാജൻ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ ഡോക്ടേഴ്സ് ആണെന്ന് വിചാരിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഒന്നുകൂടി നമ്മളെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുക. അപ്പൊ എല്ലാരും അതിനുള്ള ശ്രമം തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഷാലു രാജൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും, ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഓൾ.